കേരളത്തിന് പുതിയൊരു കൺവിൻസിങ് സ്റ്റാറിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. മറ്റാരുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ. ഇങ്ങേരുടെ കൺവിൻസിങ് പരിപാടിക്ക് മുമ്പിൽ നമ്മുടെ മലയാള സിനിമയിലെ സുരേഷ് കൃഷ്ണയുടെ കൺവിൻസിങ് ഒന്നും അല്ലടേ. അജാതി കൺവിൻസിങ് ആണ് പത്രസമ്മേളനത്തിലൊക്കെ വന്നിരുന്നിട്ട് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിവാദങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കൊടുത്തൊരു പത്രസമ്മേളനം ആൻഡ് ഈ നമ്മുടെ മഴക്കാലത്തുണ്ടായ ദുരന്തങ്ങളും അതിന്റെ മുഖ്യമന്ത്രിയുടെ എക്സ്പ്ലനേഷനും കള്ളത്തരങ്ങളും കുറേയുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം നമ്മുടെ സതീഷ് അണ്ണന്റെ 1-2 കള്ളങ്ങൾ പൊളിച്ചുകൊണ്ട് നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. മിന്നൽ പ്രളയം എന്ന് പറയുന്നത് പോലെയാണ് ഉണ്ടായിരിക്കുന്നത്. രാത്രി വൈകി വരെ ഒരു പ്രഡിക്ഷനും ഇല്ല, IMDയുടെ ഒരു പ്രഡിക്ഷനും ഇല്ല. രാത്രിയാണ് പെട്ടെന്ന് അതിതീവ്ര മഴ ഉണ്ടാവുന്നത്. അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ സ്വഭാവം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവാക്യുവേഷന് വേണ്ടി പോലുള്ള സ്ഥലം ഉണ്ടാവില്ല. വളരെ രാത്രി വൈകിട്ടാണ് ഈ മുന്നറിയിപ്പ് മെസ്സേജ് പോകുന്നത്. IMDയുടെ ഇതിൽ പോലും അത് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ചില സ്ഥലങ്ങളിൽ സാധാരണ അപ്പം IMDയുടെ പ്രഡിക്ഷൻ പോലും ഉണ്ടായിരുന്നില്ല. IMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മെറ്റിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇവരാണ് ഈ മഴ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഡിക്ഷൻ നടത്തുന്നത്. ഓക്കെ, അതിന്റെ യാതൊരു തരത്തിലുള്ള പ്രഡിക്ഷൻ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ വാദം. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജൂലൈ 31, 13:30 എന്ന് പറയുമ്പോഴത്തേക്ക് 1:30 2026 റിലീസ് ചെയ്തേക്കുന്ന പ്രസ് റിലീസാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരളത്തെ പറ്റി, നോർത്ത് സൗത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഹെവി റെയിന് സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാത്രിയിൽ 31-ാം തീയതി രാത്രിയിൽ നടക്കാൻ പോകുന്ന വലിയ മഴയെക്കുറിച്ച് 31/7/2026 3 മണിക്ക് തന്നെ കൃത്യമായി ഓറഞ്ച് അലേർട്ടിനെ കുറിച്ചും 1-ാം തീയതിയും 2-ാം തീയതിയുമുള്ള അലേർട്ടിനെ കുറിച്ചും ചിത്രസഹിതം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, മിന്നൽ പ്രളയം, താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മരങ്ങൾ കടപുഴകാനുള്ള സാധ്യത, ഗതാഗത തടസ്സം എന്നു തുടങ്ങി ഈ ഓറഞ്ച് അലേർട്ടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളും കൃത്യമായി സ്ഥലം അടക്കം രേഖപ്പെടുത്തി കൃത്യമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ജൂലൈ 31 മുതൽ ആഗസ്റ്റ് വരെ കേരളത്തിലും മാഹിയിലും വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയോടൊപ്പം ഇടിമിന്നൽ, ശക്തമായ കാറ്റ്. ജൂലൈ 31 മണിക്കൂറിൽ 40 തൊട്ട് 50 കിലോമീറ്റർ വേഗത്തിൽ, ചിലപ്പോൾ 60 കിലോമീറ്റർ വരെ വീശുന്ന കാറ്റിന് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഹെവി റെയിൻഫാളിനുള്ള സാധ്യത. ഓഗസ്റ്റ് 1 വ്യാപകമായ മഴ തുടരും, ഇടിമിന്നലിന് സാധ്യതയുണ്ട്. അങ്ങനെ വളരെ വ്യക്തമായി മാപ്പടക്കം ഇതാണ് മാപ്പിനകത്ത് കൊടുത്തേക്കുന്നത്. കേരളം, കർണാടക, തമിഴ്നാട് ആ ഭാഗം മൊത്തം. ഇത് ജൂലൈ 31 ഓറഞ്ച് അലർട്ട്. ഇത് ഓഗസ്റ്റ് 1 മാപ്പാണ്. കേരളം സ്റ്റിൽ ഓറഞ്ചിലാണ് കിടക്കുന്നത്. ഓഗസ്റ്റ് 2 ആയപ്പോഴത്തേക്ക് അത് മഞ്ഞയായിട്ടുണ്ട്. ഈ എന്താണ് മഞ്ഞ, എന്താണ് ഓറഞ്ച്, എന്താണ് റെഡ് അലർട്ട്, നമ്മൾ കുറെ കേട്ടിട്ടുള്ളതാണ്. അത് ഒന്ന് പറയാം, ജസ്റ്റ് അറിയാത്തവർക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. ഈ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ റെയിൻഫാളിന്റെ ആ ഒരു കണക്കെന്ന് പറയണം. ലൈറ്റ് റെയിൻ എന്ന് പറയുന്നത് 2.5 തൊട്ട് 15 mm വരെ. മോഡറേറ്റ് റെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് 15 തൊട്ട് 64 വരെ. ഹെവി റെയിൻ 65 തൊട്ട് 115.5 mm വരെ ഉള്ളതാണ് ഹെവി റെയിൻ. വെരി ഹെവി റെയിൻ എന്ന് പറയുന്നത് 115 തൊട്ട് 204.4 വരെയാണ്. അതിന് മുകളിലോട്ട് വരുന്ന എല്ലാം എക്സ്ട്രീംലി ഹെവി റെയിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഈ ഹെവി റെയിൻ ആണെങ്കിൽ 64 തൊട്ട് 115 വരെ ആണെങ്കിൽ അത് യെല്ലോ അലർട്ടിനകത്താണ് വരുന്നത്. താഴെ 115 തൊട്ട് 204 വരെ ആണെങ്കിൽ അത് ഓറഞ്ച് അലർട്ടിനകത്താണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം 115 തൊട്ട് 204 വരെ വെരി ഹെവി റെയിൻഫാളിൻ്റെ അണ്ടറിലാണ് കേരളം വരുന്നത്, ഓറഞ്ച് അലർട്ട്. അതിന് മുകളിലോട്ടാണെങ്കിൽ എക്സ്ട്രീം റെയിൻ, റെഡ് അലർട്ട്. മനസ്സിലായോ? ഓരോ അലർട്ട് വരുമ്പോഴും നമ്മൾ തയ്യാറെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. യെല്ലോ അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റെയിൻ, നമ്മളൊന്ന് ജാഗരൂപരായിട്ടിരിക്കുക. നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. വെള്ളക്കെട്ടുകളൊക്കെ ചില താഴ്ന്ന പ്രദേശങ്ങളിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് യെല്ലോ അലർട്ട്. ബേസിക് ആയിട്ട് നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് നമ്മളെ അറിയിക്കേണ്ട അലർട്ട്. നമ്മൾ അതൊന്ന് നോക്കിയിരിക്കുക. ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടുമാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഓറഞ്ച് അലർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം, എന്തും സംഭവിക്കാം. വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത, ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യത, ഈ മലപ്രദേശങ്ങളിൽ ലാൻഡ് സ്ലൈഡിനുള്ള സാധ്യതയൊക്കെ ഈ ഓറഞ്ച് അലർട്ട് തരുകയാണെങ്കിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസീസ് അവർ എമർജൻസി റെസ്പോൺസിന് തയ്യാറായിട്ടിരിക്കണം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് ഇനി റെഡ് അലർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 204.5 മുകളിലോട്ടുള്ളതെല്ലാം എക്സ്ട്രീംലി ഹെവി റെയിൻ ആണ് വരാൻ പോകുന്നത്. കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ഒരു 300-350 ഒക്കെ കിട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും ഈ ഓറഞ്ച് അലർട്ട് പ്രകാരം ഹെവി റെയിൻഫാൾ ആയിരുന്നു കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞുള്ള കാര്യം സീരിയസ് ആയിട്ടുള്ള
ഫ്ലഡ്, വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ജോഗ്രഫി അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ വൾണറബിൾ ആയിട്ടുള്ള ഈ ലാൻഡ് സ്ലൈഡ് വരാൻ സാധ്യതയുള്ള അവിടുന്ന് ഇവാക്യുവേഷൻ നടത്തണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവാക്യുവേഷൻ നടത്തണം. കാര്യം ജനങ്ങളുടെ ജീവനാപത്താണ്. ഇതാണ് ഈ 3 അലർട്ട് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്ന കാര്യം. ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് IMD ഒരു തരത്തിലുള്ള പ്രഡിക്ഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ കുറച്ച് മുമ്പേ കാണിച്ച പ്രഡിക്ഷൻ PDF-നകത്ത് വളരെ വ്യക്തമായിട്ട് ഓറഞ്ച് അലർട്ട്, മാപ്പ് അടക്കം വെച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. മുഖ്യമന്ത്രി ഇവിടെ പറയുന്നൊരു കാര്യം, നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, പെട്ടെന്നായിരുന്നു, എമർജൻസി ആയിരുന്നു. ഈ ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി റെസ്പോൺസിന് തയ്യാറായിട്ടിരിക്കണം. അന്നേരം അവിടെ നമുക്ക് അലർട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്, കള്ളത്തരമാണ് ഇയാൾ പറയണത്. മനസ്സിലാവുന്നില്ല. ഇനി അടുത്തത് മത്സ്യത്തൊഴിലാളികൾ അവർ പറഞ്ഞത് തലേന്ന് ഇത്ര സംഭവം ഉണ്ടാവുമ്പോൾ ഹാർബറുകളിലെ അനൗൺസ്മെന്റ് ഉണ്ടാവും, മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് കൊടുക്കും. അത് കൊടുത്തിരുന്നുവെങ്കിൽ അത് ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുള്ള ഇൻഫർമേഷൻ IMDയുടെ നിങ്ങൾ അതിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ അറിയാം, അതില്ല. ആ കടലിൽ പോയവർക്ക്, കടലിൽ രാത്രിയല്ലോ പോകുന്നത്, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള വിവരം ഇല്ലായിരുന്നു അതുവരെ. ചോദ്യം മനസ്സിലായാലും പറയാം. മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് മത്സ്യത്തൊഴിലാളികളെ പറ്റിയാണ്. അവർക്ക് മുന്നറിയിപ്പ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളതാണ് ചോദിച്ചത്. അതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി തന്നത്. അതിനുള്ള വിവരം IMD തന്നിട്ടില്ലായിരുന്നു, ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. IMD റിപ്പോർട്ടിന്റെ ഒരു ഭാഗം ഞാൻ ക്രോപ്പ് ചെയ്തെടുത്തതാണ്. കൃത്യമായി ഫിഷർമാൻ വാണിംഗ് എന്നും പറഞ്ഞ് താണ്ട കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായി ചെയ്തിട്ടുണ്ട് കർണാടക, കേരള കോസ്റ്റ്, ലക്ഷദ്വീപ് ഏരിയ ടിൽ August 2. അതിനകത്ത് തന്നെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഫിഷർമാൻ വാണിംഗ് എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് വന്നിരുന്ന് പറയുകയാണ് നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ഒന്നെങ്കിൽ പഠിച്ചിട്ട് വന്നിട്ട് പ്രസ് മീറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിലും മിണ്ടാതിരിക്കുക. ഇങ്ങനെ വന്നിട്ട് കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങളെ പറ്റിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ അഖിൽമാരാന്റെ കൂട്ട പറയുന്ന കള്ളമാണെങ്കിലും അല്ലെങ്കിൽ അറിവില്ലെങ്കിലും 100% അല്ല 500% കോൺഫിഡൻസോടുകൂടി തട്ടി അങ്ങ് വിട്ടേക്കും എന്നുള്ളതാണ്. ഇനി ബാക്കി വിവാദത്തിലോട്ട് പോവാം. മന്ത്രിയുടെ ഉദ്ഘാടനവും വിരുന്ന് സൽക്കാരവും പിന്നെ ഹെലികോപ്റ്ററും. മന്ത്രി കുറച്ച് ഫുഡ് കഴിച്ചാലാണോ നിങ്ങൾ ഇത്ര വിവാദമാക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. മുഖ്യമന്ത്രി ഈ പോക്രിത്തരം കാണിച്ചത് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ ഉടുതുണിക്കും മറുതുണിയില്ലാതെ കിട്ടിയതും പിറക്കിക്കൊണ്ട് നാട് നീളെ ക്യാമ്പിലോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. 10,000-കണക്കിന് ആളുകൾ ക്യാമ്പിൽ കഴിയുമ്പോഴാണ്. പല സ്ഥലങ്ങളിലും കുട്ടികളടക്കം മരണപ്പെട്ട്. അപ്പോഴാണ് മലബാറിൽ ഒരു പ്രമാണിയുടെ വീട്ടിൽ പോയിട്ട് വിരുന്ന് സൽക്കാരം. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിന്റെ ഏതാണ്ട് ഒരു 50% എബോ ഇതിന്റെ ന്യായീകരണമായിരുന്നു. അപ്പോഴാണ് അണ്ണന്റെ യഥാർത്ഥ ന്യായീകരണ സ്കില്ല് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ വിറ്റ്നസ് ചെയ്തത്. ആദ്യത്തെ വിവാദം തന്നെ എടുക്കാം. August 1 മലബാറിലെ പൊന്നാനിയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഫൈസൽ ബഫാക്കി തങ്ങളുടെ വീട്ടിൽ പോയിട്ട് വിരുന്ന് ഫുഡടിച്ച പരിപാടി. ഇതാണ് ഫോട്ടോ. എൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ വെക്കാം. പൊന്നാനി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ തീരദേശ മേഖല ശോഷിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. കടൽക്ഷോഭമൊക്കെ ശക്തമാണ്. മാത്രമല്ല മലപ്പുറത്ത് ഇന്നലെ 2 കുട്ടികളൊക്കെ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അനൗദ്യോഗിക പരിപാടികളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം മലപ്പുറത്തെത്തിയത്. ആ സമയത്ത് പോലും ഫുഡ് കഴിച്ചതും പോരാഞ്ഞിട്ട് ഇവര് തന്നെയാണ് ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. ആ പ്രചരിപ്പിച്ച സമയം നോക്കണേ. ആളുകൾ ക്യാമ്പുകളിൽ സ്വന്തം വീട് വിട്ട് കഴിയുന്ന സമയത്ത്. ഇനി ഇതിന്റെ ന്യായീകരണം നമുക്ക് നോക്കാം. ന്യായീകരണമാണ് മെയിൻ, അതാണ് കോമഡി. മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA-മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്തെത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, ഹരിദാസ് സാറിന്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചത് അല്ലല്ല വെയിറ്റ്, പിന്നെന്താ ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ മാച്ച്, എന്ത് മാച്ചിങ് ആണുള്ളത്? നീലം പോവാ. നിങ്ങളുടെ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു തെറ്റ് പറ്റിപ്പോയി, ഇനി പോലും ഭക്ഷണം കഴിക്കാതിരിക്കും. ഇവിടെ ഇദ്ദേഹം ഭക്ഷണം കഴിച്ചതിനെ പറ്റിയല്ല ആളുകൾ കുറ്റം പറഞ്ഞത്. ഇത്രയും ആളുകൾ ദുരിതത്തിൽ കഴിയുമ്പോൾ നാടിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരുത്തൻ പോയിട്ട് വിരുന്നിൽ പങ്കെടുക്കുകയും
അതിന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് കോൺഗ്രസ്സുകാരല്ല, കോൺഗ്രസ് പാർട്ടിയുമല്ല, ഇവിടുത്തെ ജനങ്ങളാണ്. ഹൈക്കമാൻഡിന് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. MP-മാരുടെ തലയേണ്ടി മുഖ്യമന്ത്രിയാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി ആവത്തില്ല. അന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കാനും ഫ്ലെക്സ് വെക്കാനും ബാക്കിയുള്ളവരെയൊക്കെ തെറി വിളിക്കാനും നമ്മുടെ കേരളത്തിൽ നടന്ന കുറെ ആളുകളുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ ക്യാമ്പിൽ കിടക്കുന്ന ആളുകളുണ്ടാവും. അവരൊറ്റക്കെട്ടായി നിന്നിട്ടാണ് ഹൈക്കമാൻഡിന് അത്രയും പ്രഷർ കയറിയിട്ടാണ് നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയത്. എനിക്ക് തോന്നുന്നില്ല കേരള ചരിത്രത്തിൽ ഇങ്ങനൊരു മുഖ്യമന്ത്രി വന്നിട്ടുണ്ടോന്ന്. ആ ജനങ്ങൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ അവരുടെ മണ്ടയ്ക്ക് കസേര ഇട്ടിട്ട് ഇരുന്ന് വെട്ടി വിഴുങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അന്നേരം അതിനെ വേറൊരു രീതിയിൽ നിങ്ങൾ വളച്ചൊടിക്കുന്നുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ സ്കില്ല്. നിങ്ങൾ ഈ വിരുന്നിന് പങ്കെടുക്കുന്ന സമയത്ത് 7000-ലധികം ആളുകൾ ക്യാമ്പിൽ കഴിയുകയാണ്. 8 ആളുകൾ മരിച്ചിട്ടുണ്ട്, 13 കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, പലരെയും കാണാതായിട്ടുണ്ട്. നിങ്ങൾ എന്നാണോ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ മലപ്പുറത്ത് നിന്നത്, ആ ദിവസം തന്നെയാണ് മലപ്പുറത്ത് 2 കുട്ടികൾ മരണപ്പെട്ടത്. ഈ വിരുന്നിന് വന്നിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഹൈലൈറ്റ് മാളിൽ ഒരു കോഫി ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വന്നിട്ടാണ് ഈ വിരുന്നിന് 3 മണിക്ക് എത്തുന്നത്. ഒന്നാമത്തെ മരണം 4 വയസ്സുകാരൻ ആദം കൊണ്ടോട്ടിയിൽ, രണ്ടാമത്തെ മരണം 3 വയസ്സുകാരനായിട്ടുള്ള അബ്ദുൽ വണ്ടൂരിൽ. നിങ്ങൾ ഈ ഹൈലൈറ്റ് മാളിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഈ മലപ്പുറം പൊന്നാനിയോട്ട് പോയല്ലോ, ആ പോകുന്ന വഴി തന്നെയാണ് കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലം നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആ കുട്ടികൾ മരിച്ച സ്ഥലത്ത് പോയായിരുന്നു. നിങ്ങൾ പോയില്ല. നിങ്ങൾ വേറെ വെച്ച് കെട്ടിക്കൊടുത്തത് തങ്ങളുടെ വിരുന്ന് സൽക്കാരത്തിന്. ചിലപ്പോൾ ഫുഡ് തണുത്തു പോയാലോ, തണുത്തു പോയി കഴിഞ്ഞാൽ കഴിക്കാൻ രസമില്ലല്ലോ അല്ലേ? ഈ കാര്യം മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ മറുപടി, എത്ര നീചമായിട്ടുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ 3 മണിക്ക് ഫുഡ് കഴിച്ചതാണോ കുറ്റം? അതിനെ ആഹാരം കഴിക്കുന്നത്, മുഖ്യമന്ത്രി ആഹാരം കഴിക്കുന്നത് വരെ കുറ്റമാക്കി കാണുന്ന ആളുകൾ എന്നുള്ള തരത്തിൽ അതിനെ ഒരു വളച്ചം കുടിച്ച്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചോദിക്കുന്നവന്റെ തലയിലോട്ട് അങ്ങിട്ട് കൊടുത്തു. ഞാൻ 3 മണിക്ക് ആഹാരം കഴിക്കുന്നത് വരെ കുറ്റമാണോ എന്നുള്ള തരത്തിൽ ചോദിക്കുന്നവനെ പട്ടിയാക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ ഒരു വായ്ത്താളം ഉണ്ടല്ലോ, അതിനെ ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ഇതിനൊന്നും മറുപടി പറ. എന്താ ഔചിത്യ കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട്. നിങ്ങൾ ചോദിക്കുന്നതിൽ ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണം. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാ പോയത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് സൽക്കാരമാണോ അതോ വെറും ഭക്ഷണം കഴിപ്പാണോ? അത് വെറും കഞ്ഞിയും കറിയും മാത്രം വെച്ചിട്ട് പോയി കഴിക്കുമായിരുന്നു? ഇതിനെ നമ്മുടെ നാട്ടിൽ ഇതിനെയൊക്കെ സൽക്കാരം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. അറിയാവുന്ന താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇത് ഓഗസ്റ്റ് 1 നടന്ന സംഭവമാണ്. ഓഗസ്റ്റ് 2 CM എവിടെ ആയിരുന്നു? എറണാകുളത്ത് ഒരു ജൂവലറി ഉദ്ഘാടനം. ആ സമയത്ത് നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അവിടെ സന്ദർശിക്കാൻ സമയമില്ല. അവിടെ വിളിച്ചു ചോദിച്ചവൻ പറഞ്ഞെന്ന് പോലും അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള അധികാരികൾ പറഞ്ഞെന്ന് പോലും CM ഇങ്ങോട്ട് വരേണ്ട ആവശ്യകതയില്ല, ഇവിടെ നമ്മളൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് ആ ഉദ്ഘാടനത്തിന് നേരെ അങ്ങ് പോയത്. നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ വേണ്ടത്ര നടപടികളൊക്കെ ചിലപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നണില്ല അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന്. പറയുന്നതാണ് വലിയ നടപടികൾ നമ്മളെല്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന്. അതിലുപരി ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. അത് ആളുകൾക്ക് നൽകുന്ന ഒരു ഊർജ്ജമാണ്, നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസമാണ്. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. വട്ടപൂജ്യം മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ ഒരു കാര്യത്തിൽ. ആ നേരത്ത് നിങ്ങൾ ചെയ്ത പരിപാടി എന്താണ്? തങ്ങളുടെ വീട്ടിൽ ഫുഡടി, കോഫി ഷോപ്പിന്റെ ഉദ്ഘാടനം, ജൂവലറിയുടെ ഉദ്ഘാടനം. ഈ 2 ദിവസം കൊണ്ട് നടന്ന പരിപാടികളാണ്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര വീട്ടിൽ വെള്ളം കയറിയിട്ട് കിട്ടിയതും പറയുകൊണ്ട് ഓടി ക്യാമ്പിലോട്ട് ഓടുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ കലാപരിപാടികളാണ് ഇതൊക്കെ. PM ശ്രീ പുനർജനി വേറെ കാര്യമൊക്കെയല്ല അദ്ദേഹം പറഞ്ഞത്. ഏത് ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചെന്നാണ് എൻ്റെ തെറ്റ്. അദ്ദേഹം ഇവിടെ വന്നിരുന്ന് പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്നത്തെ ദിവസം. അന്ന് നിങ്ങളാരും ഇത് ചോദിച്ചില്ല. ഈ വെള്ളപ്പൊക്കം നടക്കുമ്പോഴാണോ നിങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പിണറായി വിജയനോട് നിങ്ങളാരും ചോദിച്ചില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്ന്. PMCയെ പറ്റിയും പുനർജനി പദ്ധതിയെ പറ്റിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ, ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഞാൻ ഭക്ഷണം കഴിച്ചു, എൻ്റെ തെറ്റ്. അദ്ദേഹം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ഇയാളുടെ അടുത്ത തന്ത്രമാണ് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയന്റെ തലയിലോട്ട് അങ്ങ് എടുത്തിടും. വിജയൻ അത് ചെയ്തിട്ടുണ്ടല്ലോ, ഞാനത് ചെയ്തപ്പോഴാണോ കുറ്റം? അപ്പം നിങ്ങൾക്ക് ചോദിക്കണ്ടായിരുന്നു. ഈ രീതിയിലാണ് കമ്പാരിസൺ മൊത്തം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഈ മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടോ അതിനെല്ലാത്തിനും വിജയന്റെ പേരെടുത്തിട്ടുണ്ട്. വേറൊരു എസ്കേപ്പിസമാണത്. എന്ന പരിപാടിയാണ് നിങ്ങൾ വന്നിട്ട് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴോ അദ്ദേഹം മുഖ്യമന്ത്രിയായി പത്രസമ്മേളനം നടത്തുമ്പോഴോ ഒന്നും ഇതുപോലെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഇരുന്ന് തരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്. ദയവ് ചെയ്ത് അതുകൂടി ഇല്ലാതാക്കരുത് നിങ്ങൾ.
ഞാനല്ല, നിങ്ങൾ സാമാന്യ, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? അവിടെ കൂടിയ ഓരോ പത്രപ്രവർത്തകരും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യം ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളുടെ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളാണ്. അല്ലാതെ അവരുടെ കൈ നിട്ടുള്ള ചോദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജനങ്ങൾക്ക് നേരിട്ട് വന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ അപ്പുറം വന്ന് ചോദിച്ചാണ്, നല്ല പച്ചപ്പലായിട്ട് പറഞ്ഞാണ്. ആ സമയത്ത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങൾ ഇങ്ങനെയാണോ മറുപടി നൽകേണ്ടത്? ഇതൊന്നും ആയിരുന്നില്ല ഇലക്ഷന് മുൻപ്. എന്തൊരു സുഖിപ്പീരായിരുന്നു. അവിടെയും പിണറായി പിടിച്ചിട്ടു. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു ഭീഷണിയും, ഞാനിങ്ങനെ ഇരുന്ന് തരുന്നത് കൊണ്ടാണ് നിങ്ങൾ വന്ന് ചോദിക്കുന്നത്, അതുകൂടി ഇല്ലാതാക്കരുതെന്ന്. ഇതുപോലെ മറ്റേ പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞപ്പോ പൂരായണ എന്ന് പറയുന്ന ഇടപാട അണ്ണന്റെ കയ്യിരിക്കുന്നത്. ഇനി ഹെലികോപ്റ്റർ വിവാദത്തിലോട്ട് വരാം. അതായിരുന്നല്ലോ അടുത്തൊരു മേജർ വിവാദം. അവിടെയാണ് ഇങ്ങനെയുടെ മെഴുകലിന്റെ അങ്ങേയറ്റം ഞാൻ കണ്ടത്. അയ്യോ, ആ വീഡിയോ ഒന്ന് വെക്കാം. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഒന്ന് അടുത്ത കള്ളം, ഞാൻ ഒരു സ്ഥലത്തും പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്തതിനെ പറ്റി, ഹെലികോപ്റ്റർ യാത്ര ചെയ്തതിനെ പറ്റി ഒരിടത്തും കുറ്റം പറഞ്ഞിട്ടില്ലെന്ന്. 2023 ഓഗസ്റ്റിലാണ് പിണറായി വിജയൻ ഹെലികോപ്റ്റർ യാത്ര ചെയ്ത് അത് ദൂർത്ത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം വിമർശിച്ചത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഡയലോഗ് അടിക്കാനാണ്. പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ ആ കസേരയിലോട്ടിരുന്നപ്പോഴത്തേക്ക്? എനിക്ക് ഇതിനേക്കാളും വലിയ അത്ഭുതമായിട്ട് തോന്നിയത്, ഇങ്ങർക്ക് പിണറായി ഇല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു എക്സിസ്റ്റൻസ് ഇല്ല. സീരിയസ്ലി. ഒന്നാമത് കോൺഗ്രസ് ജയിച്ചത് തന്നെ പിണറായിയോടുള്ള ദേഷ്യം കാരണമാണ്, അല്ലാതെ കോൺഗ്രസിന്റെ മെച്ചം കൊണ്ടൊന്നുമല്ല. ഇത്രയും നാൾ പിണറായിയെ ചുമന്നു, ഇനി കുറച്ച് നാൾ ഇങ്ങനെയും കൂടെ ചുമക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ആളുകൾ നിങ്ങളെയൊക്കെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത്, കോൺഗ്രസ് ഇവിടെ ജയിച്ചത്. അല്ല, കോൺഗ്രസിനോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. ഇതിപ്പം പത്രസമ്മേളനം വന്നാലും എന്ത് ചോദിച്ചാലും പിണറായി പിണറായി പിണറായി. ഇതിനകത്ത് തന്നെ എത്ര തവണയാണ് ആ പുള്ളിയുടെ പേരെടുത്തിനകത്തിട്ടത് എന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ആ ഫുള്ള് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനിയാണ് മെയിൻ മെഴുകൽ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയെന്ന്. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ ₹1 പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. ₹1 പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഗവൺമെന്റ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ₹1 നഷ്ടം ഉണ്ടായിട്ടില്ല. ആകെ 3-4 മണിക്കൂറാണ്. കാരണം 2 മന്ത്രിമാർ വയനാട്ടിൽ പോയതും ഞാൻ വയനാട്ടിൽ പോയതും മാത്രമാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. ഫ്രീ ആയിട്ട് എടുത്തിട്ടേക്കല്ലേ, എന്നിട്ട് പിന്നെ അങ്ങ് പോകാന്ന് വിചാരിച്ചെന്ന്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് വന്നിരുന്ന് ഈ മാതിരി ഡയലോഗ് അടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന് വേണ്ടി ഏതോ ഒരു കമ്പനി, ഏതോ ഒരു ഗ്രൂപ്പ് അവരുമായിട്ട് മീറ്റിംഗ് വെച്ചു. അവർക്ക് പെട്ടെന്ന് വേറെ സ്ഥലത്തോട്ട് പോയേണ്ടി വന്നു. അതുകൊണ്ട് അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹെലികോപ്റ്റർ എടുത്തങ്ങ് വിട്ട്. ഉളുപ്പുണ്ടോ ചങ്ങായി നിങ്ങൾക്ക്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെക്കാളും വലുതാണോടെ ഒരു കമ്പനി? ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സമയത്തിന് വിലയില്ലേടെ? അത് എത്രയോ വലിയ കമ്പനി ആയിക്കോട്ടെ, അങ്ങോട്ട് പോയി കാണേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് സമയമില്ലെങ്കിൽ ഓക്കെ, വിട്ടോ. മുഖ്യമന്ത്രി കാണാൻ സമയമില്ലെങ്കിൽ വിട്ടോ. ഇത് അങ്ങോട്ട് പോയി കുമ്പിടാൻ നിൽക്കുന്നത് അവരുടെ സമയത്തിന് ഞാൻ അവൈലബിൾ ആണെന്ന്. ഇതെന്താണത്? ഇത് ഇവിടെ നടക്കും ഇമാതിരി പരിപാടി? മനസ്സിലാവുന്നില്ല. നിങ്ങൾ മുഖ്യമന്ത്രിയാണോ? ആ കസേര ഇരിക്കേണ്ട വ്യക്തിയാണോ നിങ്ങൾ? അതിന്റെ വാല്യൂ എന്താണെന്ന് അറിയുമോ? സീരിയസ്ലി അത് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു ചെയറിൽ ഇരിക്കാനുള്ള യോഗ്യത ഇല്ലെന്നേ പറയാനുള്ളൂ. ഒരു കമ്പനി അങ്ങോട്ട് പോയി കേരളത്തിന്റെ തലപ്പത്തിരിക്കുന്ന എല്ലാമായ CM അങ്ങോട്ട് പോയി കണ്ടു. ഇതിനേക്കാളും വലിയൊരു നാണക്കേട് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിട്ട, അല്ലെങ്കിൽ ഈ സമരത്തിൽ ഇറങ്ങി നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിച്ച ആളുകൾക്ക് ഇനി കിട്ടാനില്ല. നിങ്ങൾ എത്രമാത്രം പവർഫുൾ ആയിട്ടാണ് ആ ഒരു കസേരയിലോട്ട് വന്നിരുന്നതെന്ന് വല്ല ചിന്തയുണ്ടോ നിങ്ങൾക്ക്? കേരളത്തിലെ ആളുകൾ അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു, നിങ്ങളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി സംസാരിച്ചു. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തലയ്ക്കും മുകളിൽ ഒരു മന്ത്രിസ്ഥാനം പോലും ഇതുവരെ ഇരിക്കാത്ത ഒരു വ്യക്തിയെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് കേരളക്കാർ അത്രയും കഷ്ടപ്പെട്ട്, എന്നിട്ട് അതിന്റെ വില കൊണ്ട് കളഞ്ഞല്ലോ സതീശൻ സാറേ. അങ്ങ് സംസാരിക്കല്ലേ പ്ലീസ്. സ്വകാര്യമായ കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് അതിന്റെ തൊട്ടടുത്താണ് 5 പേര് മരിച്ച വണ്ടൂര്. അവിടേക്ക് താങ്കൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ പ്രദേശത്ത് മലപ്പുറം ജില്ലയിൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു വെള്ളിയാഴ്ച 5 പേര് ദുരന്തത്തിൽ മരിച്ച പ്രദേശത്ത് പോകാതെ താങ്കൾ അതിന്റെ അരികിലൂടെ തന്നെയാണ് താങ്കൾ പോയിട്ടുള്ളത്.
കരിപ്പൂർ വിമാനത്തോടെ അവിടെ നിങ്ങൾക്ക് ഇറക്കി ആ വണ്ടൂർ പോയി ആ കുടുംബത്തെ നിങ്ങൾക്ക് കാണാമായിരുന്നു. അങ്ങ് ഇവിടെ വന്നിരുന്നു പ്രസംഗിക്ക്. വേറെ ഏതെങ്കിലും ചോദ്യം പറയാം. ചിരിയാണ് മെയിൻ. ആ ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടായിരുന്ന ആ ഹൈലൈറ്റ് മാളിൽ ഉദ്ഘാടനത്തിന് പോയ സമയത്ത് അവിടുന്ന് കുറച്ച് ദൂരം മതിയായിരുന്നു ഈ ദുരിതം സംഭവിച്ച സ്ഥലത്തോട്ട്. അങ്ങോട്ട് പോയില്ല എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനാണ് അയാളെ കളിയാക്കുന്ന രീതിയിൽ അങ്ങ് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നു പറഞ്ഞ് ചിരിച്ചങ്ങ് വിട്ടത്. ചിരിയാണ് മെയിൻ. ഇലക്ഷന് മുമ്പ് ഈ ചിരിയിൽ വീണവരാണ് പലരും. ഇങ്ങനെ ഇലക്ഷൻ ജയിച്ച സമയത്ത് പല കമന്റ് സെക്ഷനിലും പല ക്യാപ്ഷനിലും കണ്ട ഒരു ഡയലോഗ് ഉണ്ട്, കേരളത്തിൽ ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കിട്ടിയെന്ന്. അതൊരു കൊലച്ചിരിയായിരുന്നു എന്ന് ഇപ്പോഴാണ് സത്യത്തിൽ മനസ്സിലായത്. ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് ഉത്തരവില്ല. കാരണം അവിടുന്ന് ഒരു അരമണിക്കൂർ പോലും സഞ്ചരിക്കണ്ട ഈ പറയുന്ന ആ കുട്ടിയുടെ വീട്ടിലെത്താൻ. അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമായിരുന്നു, പക്ഷെ പോയില്ല. അതിന് പകരം എങ്ങോട്ടാ പോയെ? അമ്മായിയച്ഛനെ കാണാൻ വേണ്ടി പോയി. അമ്മായിയച്ഛനെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കൂടുതൽ കിടന്ന് മെഴുകാൻ നിന്നാൽ പിന്നെയും പെടുമെന്ന് മനസ്സിലായി. അതുകൊണ്ടായിരിക്കും ചിരിച്ചങ്ങ് വിട്ടത്. ഇനിയിപ്പോ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവരുടെ പേര് കൂടി വലിച്ചേക്കാം. അതെ, ഏത് കമ്പനിയാണ് കാണാൻ വേണ്ടി പോയത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. എന്ത് വല്ല ഖുറൈഷിയുടെ വല്ല കമ്പനി വല്ലതായിരുന്ന? അല്ല, ഇത്രയും രഹസ്യമായിട്ട് ഹെലികോപ്റ്ററൊക്കെ വിളിച്ച് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി കാണാൻ വേണ്ടിയിട്ട് എന്ത് വലിയ ടീമാണെന്ന് നമുക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പൂക്കിയ മുഖ്യമന്ത്രിയുടെ പോക്രിത്തരങ്ങൾ. അങ്ങനെ തന്നെ പറയണം. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എൻ്റെ പൊന്നോ. ശരിയെങ്കിൽ ബൈ.